പോലീസുകാരൻ എൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുകയും എൻ്റെ ജനനേന്ദ്രിയത്തിൽ പിടിച്ച് വലിക്കുകയും എൻ്റെ നേരെ നോക്കടാന്ന് പറഞ്ഞ് എൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ഫോട്ടോ എടുക്കുകയും നീ പോലീസുകാരെ തെറി വിളിക്കുകയില്ലടാന്ന് പറഞ്ഞ് താകൂട്ടി വിളിക്കുകയില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിലേക്ക് അവർ കേസ് ചാർജ് ചെയ്യുകയും ചെയ്തു. ഓട്ടോ സ്റ്റാൻഡിൽ ഞാൻ വണ്ടി ഓടിക്കാനായിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ വന്നപ്പോൾ ഓട്ടോ നിറഞ്ഞു കിടക്കുക, വണ്ടി കയറ്റിയാണ് സ്ഥലമില്ലായിരുന്നു. അപ്പം വേറൊരു വണ്ടി പുറത്ത് നിന്ന് വന്ന വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ അവനോട് വണ്ടി ഒന്ന് മാറ്റിത്തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ മാറ്റിത്തന്നു എനിക്ക്. ഞാൻ എന്നിട്ട് എൻ്റെ വണ്ടി മുമ്പോട്ടെടുത്ത് പുറകിലേക്ക് കയറ്റിയിടുന്ന സമയത്ത് അവിടെ നിന്ന ഒരാൾ എൻ്റെ വണ്ടിയിൽ പടപടാന്ന് അടിച്ചിട്ട് എന്നെ എവിടെ നോക്കിയാൽ താകൂട്ടി തെറി പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചപ്പോൾ എനിക്ക് ആകെ മനസ്സിന് വിഷമം തട്ടി. ഞാൻ ആരാ എന്നാടാന്ന് ചോദിച്ചു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവരെൻ്റെ കോളറിന് പിടിക്കുകയും എൻ്റെ മുണ്ടിന് കുത്തി പിടിക്കുകയും ചെയ്ത് അവർ ഇന്ന പോലെ പറഞ്ഞു, ഞങ്ങൾ ആരാന്ന് നിനക്കറിയാവോ, ഞങ്ങൾ പോലീസുകാരാ, നിന്നെ ഞങ്ങൾ ശരിയാക്കി തരും, നിൻ്റെ പേരില്ലാത്ത കേസെല്ലാം ഞങ്ങൾ ചാർജ് ചെയ്യും, നിന്നെ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇവർ 2 പോലീസുകാരുണ്ടായിരുന്നു. പോലീസുകാരാന്ന് അത് കഴിഞ്ഞാൽ അവർ പറഞ്ഞത്. എനിക്ക് പോലീസുകാരാന്ന് അറിയാൻ പറഞ്ഞത് ഇവർ മദ്യം മേടിക്കാൻ വന്നവരായിരുന്നു. ഇവരെ കണ്ണ് രണ്ടും ചുമന്നായിരിക്കണം. കണ്ണ് മദ്യപിച്ചതിൻ്റെ മണം എൻ്റെ മൂക്കിലേക്ക് അടിച്ചിട്ടുണ്ട്, മദ്യപിച്ചതായ മണമുണ്ട്. എന്നിട്ട് ഇവർ സംഗതി ഇന്ന പോലെ എൻ്റെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞ് പോലീസുകാർ കൂടി എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോവുകയും വണ്ടി കൊണ്ടേ കയറ്റി പാർക്ക് ചെയ്ത് എൻ്റെ വണ്ടിയുടെ താക്കോലും മൊബൈലും എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് ആരെയും വിളിപ്പിക്കാതെ കൊണ്ട് എന്നെ സ്റ്റേഷനിലേക്ക് കയറ്റി പോവുകയും അകത്ത് കൊണ്ട് നിർത്തുകയും എന്നിട്ട് അവരെന്നെ ആ സാറ് വിളിക്കുന്നു, അങ്ങോട്ട് പോടാന്ന് പറഞ്ഞ് വിളിച്ച് ഞാൻ അകത്തേക്ക് കയറി പോയപ്പോൾ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് അവരെല്ലാം കൂടി ചുറ്റും കൂടി നിന്നു. പോലീസുകാരെല്ലാം കൂടി ചുറ്റും കൂടി നിന്നു. അവരുടെ CCTVയിൽ പകരാതിരിക്കാൻ അങ്ങോട്ടെന്നുള്ള ഒരു ചുറ്റും കൂടി നിന്നിട്ട് ഈ യൂണിഫോം ഇല്ലാത്ത പോലീസുകാരൻ എൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുകയും എൻ്റെ ജനനേന്ദ്രിയത്തിൽ പിടിച്ച് വലിക്കുകയും എൻ്റെ നേരെ നോക്കടാന്ന് പറഞ്ഞ് എൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ഫോട്ടോ എടുക്കുകയും നീ പോലീസുകാരെ തെറി വിളിക്കുകയില്ലടാന്ന് പറഞ്ഞ് താകൂട്ടി വിളിക്കുകയില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിലേക്ക് അവർ കേസ് ചാർജ് ചെയ്യുകയും ചെയ്തു. അവരെ ഡ്യൂട്ടി സമയത്ത് ഡ്യൂട്ടി നിർവഹണപ്പെടുത്തിയെന്നും പറഞ്ഞുകൊണ്ടാണ് അവരെൻ്റെ പേരിൽ കേസെടുത്തേക്കണേ. ഞാൻ അങ്ങനെ ഒരു ചെയ്തിട്ടില്ല. അവരെന്നെ താകൂട്ടി തെറി വിളിച്ചു. ഞാൻ അതിന് പ്രതികരിച്ചപ്പോൾ അവർ നേരെ തിരിച്ച് എൻ്റെ പേരിലേക്ക് താകൂട്ടി വിളിച്ചു നാക്കി അവരെന്നെ കേസെടുത്ത് അവരെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നും പറഞ്ഞ് അവരാക്കിയെടുത്തു. എനിക്ക് ആകെ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ശങ്കിലും എൻ്റെ ഇതിലെല്ലാം ഭയങ്കര വേദനയും പ്രയാസങ്ങളുണ്ട്. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ഡോക്ടർ പരിശോധിച്ചു. എനിക്ക് പ്രയാസങ്ങളുണ്ട്, തലയ്ക്ക് കറക്കമുണ്ട്, തലവേദനയുണ്ട്, തല ബുദ്ധിമുട്ടുണ്ട് ഭയങ്കരമായിട്ട്. മൂത്രത്തിൽ ഭയങ്കര ചോര നിറം പോലെ ഒരു നിറവ്യത്യാസം കാണുന്നുണ്ട്. ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല എൻ്റെ. അങ്ങനെ ഒക്കെ ബുദ്ധിമുട്ടിലായിട്ടിരിക്കുകയാണ്. കുടുംബം കഴിയുന്നത് ഈ വാഹനം ഓടിച്ചാണ് കുടുംബം കഴിയുന്നത്. വേറെ വരുമാനങ്ങളൊന്നുമില്ല. ഭാര്യയാണെങ്കിൽ സുഖമില്ലാത്തവളാണ്. അവൾക്ക് മരുന്ന് മേടിക്കാനായിട്ട് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് എക്സ്റേ എടുക്കാൻ സ്കാനിങ് ചെയ്യാൻ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അന്ന് ഓടാൻ വന്ന് കിടന്ന എനിക്ക് പനിയായിരുന്നു. അന്ന് പനി കാരണം മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് 10 രൂപ കൊടുത്ത് ഞാൻ ഗുളിക മേടിച്ച് ആ ഗുളിക കഴിച്ച് പനി വിട്ടപ്പം വണ്ടി ഓടിക്കാനായിട്ട് അവിടെ വന്ന് കിടന്ന. അങ്ങനെ കിടന്ന എൻ്റെ നേരെയാണ് അവർ ഈ ക്രൂരത കാണിക്കുകയും. ഇന്നലെ 10 മണിക്കും 12:30ക്കും ഇടയ്ക്ക് ഈ സംഭവം നടന്നിരിക്കുന്നത്. വൈകുന്നേരം വരെ എന്നെ സ്റ്റേഷനിൽ നിർത്തി പച്ചവെള്ളം പോലും കുടിക്കാൻ തന്നില്ല. ഏറ്റവും അവസാനം എൻ്റെ മകൻ വന്നപ്പോഴാണ് ഒരു കൂടുതൽ വെള്ളവും പത്തിരിയും മേടിച്ചത്. എനിക്ക് കുടിക്കാൻ പറ്റില്ല, ഇറങ്ങണില്ലായിരുന്നു ആഹാരമൊന്നും. എൻ്റെ പേരിൽ നിരപരാധിത്വമായ എൻ്റെ പേരിൽ ഇവർ കുറ്റം ചാർത്തി ഇതുപോലെ ഇതെടുത്തതിൻ്റെ പേരിൽ ഭയങ്കരമായ എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടായി. ഹൃദയത്തിൽ ഭയങ്കര പ്രയാസമുണ്ട്. സംഘത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. സംഘത്തിൽ പരാതി കൊടുക്കാൻ താല്പര്യമുണ്ട്. ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഞാൻ അഡ്മിറ്റായി. എൻ്റെ പേരിൽ ഡോക്ടർ ഇതുപോലെ ഇത് തന്നു. അവർ പറഞ്ഞു ഇന്നപോലെ കോട്ടയത്തിലേക്ക് എന്നെ റെഫർ ചെയ്തു. അപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാരണം ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്, എൻ്റെ കയ്യിൽ സാമ്പത്തികമില്ല, ചികിത്സിക്കാൻ അത്ര ദൂരെ പോകാൻ എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്നൊക്കെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു നാളെ നീ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വാ, എന്നിട്ട് സർജൻ്റെ ഡോക്ടറിനെ കാണുക, ഒരു OP ടിക്കറ്റ് എടുത്ത് സർജൻ്റെ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തിയിട്ട് നമുക്ക് ഇവിടെ ചികിത്സിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഇവിടെ ചികിത്സിക്കാം, അല്ലെങ്കിൽ നമുക്ക് കോട്ടയത്തേക്ക് വിടാനുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞാണ് എന്നെ ഇപ്പം ആശുപത്രിയിൽ നിങ്ങൾ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പം ഇത് നീതി വേണം. പാവങ്ങളുടെ മേലിൽ ഒരിക്കലും പോലീസുകാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കുതിര കയറാനുള്ള ഒരു അവസ്ഥ കൊടുക്കരുത്. നീതി വേണം. എത്ര നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത്. എത്ര ഇത് ചെയ്തവരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുന്നുള്ള ഒരൊറ്റ തീരുമാനത്തിലാണ് ഞാൻ ഈ കേസെടുക്കുന്നത്. അതുപോലെ മുസ്ലിമെന്ന പേരിൻ്റെ അവർ അറിഞ്ഞപ്പോൾ അതിനെ പുച്ഛിച്ചതിൻ്റെയും എനിക്ക് ഭയങ്കരമായി മനസ്സിൽ വിഷമം തട്ടി. ഈ മുസ്ലിങ്ങൾ ഇത്രമാത്രം അവർ വർഗീയതയായിട്ട് കാണുന്നത് ഭയങ്കര തന്നെ. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി നിലയിൽ നിന്നിട്ട് അവരങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് അതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അതുപോലെ ഇത് ഇവർ ചെയ്തതും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്.